ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ദോക്ല ഉണ്ടാക്കി. ഇപ്പം ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മട്ടർ ഉണ്ടല്ലോ, മട്ടറിന് എന്താണ് പറയുക, പട്ടാണി, പച്ചപ്പട്ടാണി സ്റ്റഫ് ഉണ്ടാക്കിയിട്ട് വീട്ടിലെ പൊറോട്ട. പച്ചപ്പട്ടാണിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറയ്ക്കുക, എന്നിട്ട് ഇതിനെങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ടിങ്ങനെ ഒരു വിരലുകൊണ്ട് ഇതിങ്ങനെ ആക്കി അതിനെ കവർ ചെയ്യുക. എല്ലാ ഭാഗത്തും കവർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ സാധനത്തിനെ അങ്ങോട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് പൊടി തേച്ച് പരത്താം. ഓക്കെ, അധികം പ്രസ് ചെയ്യണ്ട. പരത്തിയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക, വെണ്ടയ്ക്കയും പൊട്ടറ്റോയും കൂടെ ഉള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് ഇതാക്കിയിട്ട് പരത്തിയാൽ മതി. എന്നിട്ട് നല്ലോണം നെയ്യോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കുക. പരത്തിയത് അങ്ങനെ ഉണ്ട്. ഇനി അതിൽ നന്നായിട്ട് നെയ്യ് അല്ലെങ്കിൽ നല്ല എണ്ണ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പം അങ്ങനെ ഒന്ന് നമ്മൾ പരത്തി വെച്ചു. ഒരു എന്താ പറയുക, ഒരു ബൗള് മാതിരി, ഒരു കട്ടോരി മാതിരത്തെ ഷേപ്പിൽ ഒരു കുഴിയായിട്ട് സൈഡ് നടുവിൽ ഇത്തിരി തിക്കായിക്കോട്ടെ, സൈഡ് ഒരു ഇതുമാതിരി ഒരു ഡവറ മാതിരിയൊക്കെ ആക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിനൊരു ഉരുളയാക്കുക, ഇതിൽ നിറയ്ക്കുക. എന്നിട്ട് ഓരോ വിരൽ വെച്ചിട്ട് അങ്ങനെ അമർത്തി അതിനെ മൂടുക. മൂടി കഴിയുമ്പോൾ അതിൽ തുമ്പത്ത് വരുന്ന ആ സാധനത്തിൽ മുറിച്ച് കളയുക. എന്നിട്ട് അധികം പ്രഷർ ചെയ്യാണ്ട് പരത്തിയെടുക്കുക. നമ്മുടെ മട്ടർ പൊറോട്ട റെഡി. മട്ടർ പൊറോട്ട, എന്താ പറയുക, പട്ടാണീൻ്റെ സ്റ്റഫ് നിറച്ച പൊറോട്ടയും വെണ്ടയ്ക്ക പൊട്ടറ്റോ കറിയുമാണ് ഇന്നത്തെ. ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. അതാണ് ഇന്നത്തെ മെനു. ഓക്കെ, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.